നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൻ പ്രിയരെ, ഇന്ന് വിശേഷാൽ പ്ലാച്ചേരി എന്ന് പറയുന്ന ഈ അനുഗ്രഹമേറിയ പ്രദേശത്ത് കടന്നു വരുവാനും നമ്മുടെ പ്രയർ ഗ്രൂപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഇങ്ങനെ ഒരു കൂട്ടായ്മ ബന്ധം നമുക്ക് സ്ഥാപിക്കുവാൻ അല്ലെങ്കിൽ ചെയ്യുവാനൊക്കെ കർത്താവ് നമ്മളെ സഹായിച്ചു. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ ദൈവങ്ങളെ, ഇതിന് മുൻപായി ചില കാര്യങ്ങളെ എനിക്ക് നിങ്ങളോട് സംസാരിക്കുവാനായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് നമ്മളുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്നിരിക്കുന്ന ദേശത്തിന്റെ നാനാഭാഗത്തു നിന്ന് കടന്നു വന്നിരിക്കുന്ന കർത്തൃദാസിമാർ, കർത്തൃദാസന്മാർ, സഹോദരന്മാർ, സഹോദരിമാർ, അതുപോലെ തന്നെ വിശേഷാൽ നമ്മുടെ റോസ് ഫാമിലി മെമ്പേഴ്സ് എല്ലാവർക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ ഞാൻ ആദ്യമായി നിങ്ങൾക്ക് അറിയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, വിശേഷാൽ ഒരു കാര്യം എനിക്ക് പറയുവാനുള്ളത്, നമ്മുടെ റോസ് ഫാമിലി എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം, അതായത് ഏതാണ്ട് 9 വർഷം നമ്മുടെ റോസ് ഫാമിലിയുടെ പ്രയർ ഗ്രൂപ്പ്, വാട്സ്ആപ്പ് ഓൺലൈൻ പ്രയർ ഗ്രൂപ്പ് ആരംഭിച്ച് 9 വർഷം തികയും കൂടെയാണ്. അപ്പോൾ തന്നെ 10ാം വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിന് മുൻപായി ദൈവമക്കളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി വരുത്തി നമ്മുടെ ആ സന്തോഷത്തെ നമുക്കൊന്ന് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ കർത്താവിൽ ആഗ്രഹിച്ചു. ഇതിനു മുൻപ് ചില നാളുകൾക്ക് മുൻപ് നമ്മുടെ പ്ലേ ഗ്രൂപ്പിന്റെ ചില അംഗങ്ങൾ, ചില മെമ്പേഴ്സ് എന്നോട് പറഞ്ഞതാണ്, നമുക്ക് ഇങ്ങനെ ഒരു കൂട്ടായ്മ നമുക്ക് ആവശ്യമാണ്. ഏതെങ്കിലും ഒരു ദേശത്ത് നമുക്ക് ഒരുമിച്ച് നമുക്ക് എല്ലാവർക്കും കൂടെ ദൈവത്തെ ആരാധിക്കാൻ, നമുക്കൊന്ന് ഒരുമിച്ച് എല്ലാ മെമ്പേഴ്സിനെ കാണുവാനും അവരുടെ സന്തോഷത്തിൽ നമുക്ക് പങ്കുചേരുവാനുമുള്ള ഒരു നല്ല അവസരം ഒരുക്കണമെന്ന് പറയുകയുണ്ടായി. എന്നാൽ നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ഓർത്തുകൊണ്ട് നമ്മളത് തള്ളി പോരുകയായിരുന്നു. എന്നാൽ പ്രിയമുള്ള ദൈവമക്കളെ, ഈ 2022 ഈ സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു അവസരത്തെ ദൈവം ഒരുക്കി തന്നു. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം പ്രിയമുള്ള ദൈവമക്കളെ. അതുപോലെ തന്നെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. നമ്മുടെ വാട്സപ്പ് കൂട്ടായ്മ ആരംഭിച്ച്, അതായത് ആദ്യത്തെ വാട്സപ്പ് കൂട്ടായ്മയിൽ ഏതാണ്ട് 250ഓളം മെമ്പേഴ്സ് നമുക്കുണ്ട്. അതിന് ശേഷമായിട്ട് പ്രിയരെ രണ്ടാമതും ഒരു വാട്സപ്പ് കൂട്ടായ്മ കൂടെ ആരംഭിക്കുവാൻ സ്വർഗത്തിലെ വലിയ ദൈവം നമ്മളെ സഹായിച്ചു. ആ ദൈവത്തിന് നമുക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല. കാരണം എന്താണെന്നറിയാമോ പ്രിയ ദൈവമക്കളെ, നമ്മൾ ഇത്രയും നാൾ ശബ്ദം കൊണ്ട് മാത്രമാണ് നിങ്ങൾ ഈ റോസ് ഇൻസ്പിറേഷനെ കണ്ടതല്ലേ, പ്രൈസ് ദി ലോർഡ്. എന്നാൽ സോഷ്യൽ മീഡിയ വന്നതുകൊണ്ടാണ് നിങ്ങൾ എന്നെ കണ്ടതുമൊക്കെ. എന്നാൽ നമ്മുടെ സഹോദരങ്ങൾ ദേശത്തിന് വിവിധ ഭാഗങ്ങളിൽ ഇരിക്കുന്നവരെ നമുക്ക് കാണുവാനോ അന്ന് സന്തോഷിക്കുവാനോ ഒന്നും സാധിച്ചിരുന്നില്ല. പ്രയർ ഗ്രൂപ്പിൽ പ്രയർ റിക്വസ്റ്റുകൾ വരുമ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നു എന്നത് മാത്രമാണ്. പക്ഷേ ആ ശബ്ദത്തിലൂടെ മാത്രമാണ് നമ്മൾ പരസ്പരം കാണുന്നത്. ഇന്ന് പകൽക്കാലം നമുക്ക് ഒരുമിക്കുവാനുള്ള ഒരു ഭാഗ്യം സ്വർഗത്തിലെ ദൈവം നമുക്ക് തന്നു. നമുക്ക് ദൈവത്തെ എല്ലാവർക്കും കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിക്കാം പ്രിയരെ. പ്രൈസ് ദി ലോർഡ്. മാത്രമല്ല നമുക്കറിയാം പ്രിയരെ, നമ്മുടെ സമശിഷ്ടങ്ങൾ, എത്രയോ സഹോദരങ്ങൾ, എത്രയോ മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ ഒക്കെ മരണപ്പെട്ടു പോയില്ലേ, രോഗികളെ കഷ്ടപ്പെട്ടില്ലേ. അല്ലെങ്കിൽ ദൈവമക്കളെ, അതുപോലെ തന്നെ ഹോസ്പിറ്റലുകളും മറ്റുമൊക്കെ ആയിട്ട് കഷ്ടപ്പെട്ട അനേക സന്ദർഭങ്ങൾ നമ്മുടെ കണ്ണിന് മുൻപേ ഉണ്ടായിരുന്നു. കൊടുന്നനവേ അകാല മരണങ്ങൾക്കിരയായവർ എത്രയോ പേർ നമുക്കറിയാം. കൊറോണ വന്നത് കൊണ്ട് തന്നെ ദൈവമക്കളെ എത്രയോ പേര്, എത്രയോ സഹോദരങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോയില്ലേ. ഇത് പറയുമ്പോൾ തന്നെ നമ്മുടെ പ്രയർ ഗ്രൂപ്പിന്റെ അംഗങ്ങളായിരിക്കണം ബ്രദർ കൊച്ചുമോനും സിസ്റ്റർ കൊച്ചുമോളും, നമുക്കറിയാം വർഷം 1 ആകുന്നു. ദൈവമക്കളെ 1 വർഷം കഴിഞ്ഞു. കൊറോണ വന്ന് നമ്മുടെ ഗ്രൂപ്പിന്റെ അംഗങ്ങളായിരുന്നു. അവർ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ അനേകരെ നമുക്ക് പറയുവാനായിട്ട് കഴിയും. എന്നാൽ കർത്താവ് നമ്മളെയൊക്കെ കൺമണി പോലെ കാത്തുകാത്ത് കർത്താവ് സൂക്ഷിച്ചു. ആ ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. മാത്രമല്ല ദൈവമക്കളെ, അങ്ങനെ ഈ ആദ്യത്തെ വാട്സപ്പ് കൂട്ടായ്മ അത് വളർന്നു വലുതായി. ഏതാണ്ട് 255ഓളം മെമ്പേഴ്സ് ഉണ്ടായിരുന്ന ഗ്രൂപ്പിൽ നിന്നും നമ്മൾ മറ്റൊരു ഗ്രൂപ്പും കൂടി ക്രിയേറ്റ് ചെയ്യുവാൻ സ്വർഗത്തിലെ വലിയ ദൈവം നമുക്ക് സഹായിച്ചു. പുതിയ ഗ്രൂപ്പിലും ഏതാണ്ട് 70നോടടുത്ത് മെമ്പേഴ്സ് നമുക്ക് ആയി കഴിഞ്ഞിരിക്കും. ഏതാണ്ട് 1.5 മാസം മാത്രമേ ആയിട്ടുള്ളൂ അത് ആരംഭിച്ചിട്ട്. മാത്രമല്ല പ്രിയരെ, ഈ ലോക്ക്ഡൌൺ വന്നത് നമുക്ക് വലിയൊരു അനുഗ്രഹമായിരുന്നു എന്ന് എനിക്ക് പറയുവാൻ കഴിയും. കാരണം ആയിരങ്ങൾക്ക് നമ്മുടെ റോസ് ഫാമിലി പ്രയർ ഗ്രൂപ്പ് മെസ്സേജുകൾ കൊടുക്കുവാനുള്ള ഒരു നല്ല അവസരം, അനേക ദൈവദാസന്മാർക്ക് മെസ്സേജുകൾ, ദൈവ കർത്താവിന്റെ ആഴമേറിയ സത്യങ്ങളെ വെളിപ്പെടുത്തുവാനുള്ള ഒരു നല്ല അവസരം നമ്മുടെ റോസ് ഫാമിലി ഒരുക്കി കൊടുത്തിരിക്കുകയാണ്. ഒന്ന് കരങ്ങളെ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. അത് കൊറോണ വന്നത് കൊണ്ട് മാത്രമാണ്.
അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംരംഭം നമ്മൾ ഒരുക്കുകയില്ലായിരുന്നു എന്നത് ഞാൻ വളരെ വ്യക്തതയോടുകൂടി വിളിച്ചു പറയുക. പ്രൈസ് ദി ലോർഡ്. ദിനവും എല്ലാ ദിവസവും കൃത്യം 5 മണിക്ക് നമ്മുടെ ലൈവുകൾ ഉണ്ട്. എല്ലാ ദിവസവും 5 മണിക്ക് അനേക ദൈവദാസി ദാസന്മാർക്ക് പ്രസംഗിക്കുവാനുള്ള അവസരങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കുന്നു. അനേകർക്ക് മാത്രമല്ല വർഷിപ്പുകൾ ചെയ്യാനുള്ള അവസരങ്ങളെ നമ്മൾ ഒരുക്കി കൊടുക്കുന്നു. ഇതെല്ലാം എന്റെ കഴിവോ എന്റെ മിടുക്കോ ഒന്നും അല്ല. ആരും അങ്ങനെ വിചാരിക്കരുത്. സ്വർഗത്തിലെ വലിയനായ ദൈവം നമ്മുടെ മേൽ വെച്ചിരിക്കുന്ന ദയവ്, കർത്താവിന്റെ കൃപ മാത്രമാണ്. ഈ സമയത്ത് എനിക്ക് മറ്റൊരു കാര്യങ്ങളോട് നിങ്ങളോട് പറയുവാനുള്ളത്, ഇത്രത്തോളം ദൈവം നമ്മളെ നടത്തി. നമുക്കൊരു അതുപോലെ തന്നെ ഗൂഗിൾ മീറ്റ്, ഒരു സൂം, അതുപോലെ തന്നെ ഒരു യൂട്യൂബ് ചാനൽ കൂടെ ഓപ്പൺ ചെയ്യുവാൻ സ്വർഗത്തിലെ വലിയനായ ദൈവം നമ്മളെ സഹായിച്ചു. നമ്മുടെ റോസ് ഫാമിലി വളർന്നു. ദൈവമക്കളെ, ദേശത്തിന്റെ നാനാഭാഗത്തു നിന്നും അനേക ദൈവമക്കളെ കർത്താവ് നമുക്ക് തന്നു. അതിൽ പറ എന്ത് സന്തോഷമാണ് നമുക്ക് വേണ്ടിയത്? എന്ത് നമ്മൾ സമ്പാദിച്ചാൽ എന്താ? ഒരു ദൈവമൈതനെ, അതായത് ഒരു ആത്മാവിനെ കൂടെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ നമുക്ക് കഴിയുന്നു എങ്കിൽ, കർത്താവിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് നമ്മളാലെ കഴിയുന്നുവെങ്കിൽ നമ്മുടെ പ്രസ്ഥാനം വളർന്നു എന്നതാണ് നാം ചിന്തിക്കേണ്ടത്. നമുക്ക് സ്തോത്രം ചെയ്യാം. മാത്രമല്ല ദൈവങ്ങളെ, ഒരു കാര്യം കൂടെ നിങ്ങളോട് പറയട്ടെ. ഈ സമയം ഞങ്ങൾ ചിന്തിച്ച ഒരു കാര്യം, നമ്മുടെ കേരളത്തിൽ നിന്നും 2 കോർഡിനേറ്റർമാർ നമുക്ക് ആവശ്യമാണെന്ന് ഞങ്ങൾ ചിന്തിച്ചിരുന്നു. അങ്ങനെ 2 കോർഡിനേറ്റർമാരെ നമ്മൾ അവിടെ സെലക്ട് ചെയ്തു. ഒന്ന് നമ്മുടെ കർത്താവിന്റെ ദാസി സിസ്റ്റർ ഷിനു സിംസൺ ഫ്രം പ്ലാച്ചേരി, മറ്റൊരാൾ നമ്മുടെ കർത്താവിന്റെ ദാസി സിസ്റ്റർ ആശ ജോസ് ഫ്രം ചിറ്റാർ. പ്രിയ സഹോദരങ്ങളെ കൂടെ ഉൾപ്പെടുത്തി ഈ കേരളത്തിലുള്ള നമ്മുടെ റോസ് ഫാമിലിയുടെ പ്രവർത്തനങ്ങളെ അവർ 2 പേരും വളരെ സജീവമായിട്ട് ചെയ്യുന്നു എന്നതും ഞാൻ ഈ സമയം അറിയിക്കുന്നു. മാത്രമല്ല നമ്മുടെ മറ്റ് കോർഡിനേറ്റർമാരെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു. ഒരാൾ തെലങ്കാനയിൽ നിന്നും, മറ്റൊരാൾ രാജസ്ഥാനിൽ നിന്നും, മറ്റൊരു കോർഡിനേറ്റർ നമുക്ക് ഷാർജയിൽ നിന്നും ഉണ്ട് എന്നത് ഞാൻ ഈ സമയം അറിയിക്കുന്നു. ഇവരുടെയൊക്കെയും സജീവമായിട്ടുള്ള ഒരുമിച്ചുള്ള പ്രാർത്ഥനയും ഒരുമിച്ചുള്ള പ്രവർത്തനവുമാണ് നമ്മുടെ ഈ പ്രവർത്തനങ്ങളെ മുൻപോട്ട് കൊണ്ടുവരാനായിട്ട് കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, 2-3 പേർ എവിടെ ആയിരുന്നാലും കർത്താവ് അവരുടെ മധ്യത്തിലുണ്ട്. ഹല്ലേലൂയ. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? ഇത് നമ്മൾ ചെയ്യുന്നത് ഒരു സാധാരണ പ്രവൃത്തിയായിട്ടായിരിക്കാം നമുക്ക് തോന്നുന്നത്. നാം ചിന്തിക്കും ഇതൊരു ചെറിയ ഒരു പ്രാർത്ഥന ഗ്രൂപ്പായിരിക്കും എന്ന് നമുക്ക് തോന്നിയേക്കാം. പക്ഷേ നാം ചെയ്യുന്നത് കർത്താവിന്റെ പ്രവൃത്തിയാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവിന്റെ പ്രവൃത്തിയാണ് നാം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മുൻപിലായി ഇസ്രായേൽ ജനത്തെ വഴി നടത്തിയ ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവർക്ക് പകൽ മേഘസ്തംഭവും രാത്രിയിൽ അഗ്നിസ്തംഭവുമായി കൂടെ ഇരുന്ന് ബലപ്പെടുത്തിയ ആ ദൈവത്തിന്റെ ആ സാന്നിധ്യമാണ് പ്രിയരെ നമ്മളെ മുൻപോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം കർത്താവിന്റെ ദാസന ഭവനത്തിൽ നമുക്ക് ഇങ്ങനെ ഒരു കൂട്ടായ്മ നമുക്ക് കൂടുവാനെക്കൊണ്ട് കർത്താവ് നമ്മളെ സഹായിച്ചു. ആ ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. വിശേഷാൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന റോസ് ഫാമിലിയുടെ എല്ലാ മെമ്പേഴ്സിനും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ ഈ സമയം അറിയിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഞാൻ എന്റെ വാക്കുകളെ ഞാൻ ദീർഘിപ്പിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ ഈ കേരളത്തിൽ നിന്നുമുള്ള നമ്മുടെ കോർഡിനേറ്റർമാരുടെ ചില വാക്കുകൾ നമുക്ക് കേൾക്കാം. അവർ സംസാരിക്കുന്നതിന് മുൻപായി നമ്മുടെ കൊച്ചു കുഞ്ഞ് ജിസ മറിയം ജോസ്, പ്രിയ കുഞ്ഞിന്റെ ഒരു ഗാനം നമുക്ക് കേൾക്കാം. ആ പാട്ടിന് ശേഷമായിട്ട് കർത്താവിന്റെ ദാസി സിസ്റ്റർ ഷിനു സിംസനെ നമുക്ക് ക്ഷണിക്കുകയാണ്. നമ്മുടെ ഇവിടുത്തെ പ്രവർത്തന മേഖലകളെ കുറിച്ച് പ്രിയ കർത്താവിന്റെ ദാസി ചില വാക്കുകളിലൂടെ സംസാരിക്കും. ശേഷമായിട്ട് നമ്മുടെ ചിറ്റാറിൽ നിന്നുമുള്ള നമ്മുടെ കോർഡിനേറ്റർ സിസ്റ്റർ ആശ ജോസ് നമ്മളോട് സംസാരിക്കുന്നതായിരിക്കും. അതിനുശേഷമായിട്ട് ഇനി നമുക്ക് ധാരാളം പേർ വരുവാനുണ്ട്. പ്രിയപ്പെട്ടവരെ, അവരും കൂടെ കടന്നു വന്നാൽ ചിലരൊക്കെ എനിക്ക് പാട്ട് പാടണം എന്നൊക്കെ പറഞ്ഞവരുണ്ട്. പക്ഷേ അവരൊക്കെ ഇന്നും യാത്രയിലാണ്, വന്നെത്തിയിട്ടില്ല. നമ്മുടെ പ്രോഗ്രാം കഴിയുന്നതിന് മുൻപായി കടന്നു വന്നാൽ നിശ്ചയമായും അവരുടെ ഈ പ്രോഗ്രാം കൂടെ നമുക്ക് കാണാം എന്നതും ഞാൻ അറിയിച്ചുകൊണ്ട് ഇപ്പോൾ നമ്മുടെ ജിസ മറിയം ജോസിനെ ഞാൻ ക്ഷണിക്കുകയാണ്. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും കരകളെ തട്ടി കർത്താവിനെ സ്തുതിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം.
പിന്നെ ഞാൻ എല്ലാവരെയും ഇഷ്ടപ്പെടുന്ന സ്നേഹം അറിയിക്കുകയാണ്. നമ്മുടെ റോസ് ഫാമിലിയുടെ വാട്സാപ്പ് കൂട്ടായ്മയിൽ കേരളത്തിലെ കോർഡിനേറ്ററായി എന്നെ കൂടെ ആക്കിയതിൽ ഞാൻ അധികം ദൈവത്തെ സ്തുതിക്കുന്നത്. കാരണം ഞാനും കുറേ നാളുകളെ ഞാനും ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു ഗ്രൂപ്പിൽ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രൂപ്പിൽ പ്രാർത്ഥിക്കുന്നു. അതുപോലെ ആരെയും പരസ്പരം അറിയുന്നില്ല. അങ്ങനെയുള്ളൊരു അവസ്ഥയായിരുന്നു. അപ്പം ഞാനിങ്ങനെ ആന്റിയോട് സംസാരിച്ചു. ആന്റി നമ്മളിങ്ങനെ പറ്റത്തില്ല, എല്ലാവരുമായിട്ട് ഒന്നിച്ച് കാണുവാനുള്ള ഒരു അവസരം ഒരുക്കി തരണമെന്ന് ആന്റിയോട് പറഞ്ഞു. അതുപോലെ ഇങ്ങനെ ഒരു ക്രമീകരണം നടത്തിയത് കാരണം എനിക്കറിയാൻ സന്തോഷമുണ്ട്. എല്ലാവരെയും ഒരുമിച്ച് നമ്മൾ വാട്സാപ്പിൽ പരസ്പരം പ്രാർത്ഥിക്കുന്നുവെങ്കിലും ആരെയും പരസ്പരം കാണുവാനിടയായി ഇല്ല. കാരണം ഇങ്ങനെ ഒരു അവസരം കർത്താവ് ഒരുക്കി തന്നതിന് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നാൽ കഴിയുന്ന കാര്യങ്ങൾ റോസ് ഫാമിലിക്ക് വേണ്ടി ഞാൻ ചെയ്യുമെന്ന് ഞാൻ ഈ സമയത്ത് ഓർമ്മിക്കുകയാണ്. ഈ സമയത്ത് അനേകം പ്രിയപ്പെട്ടവരെ ഞാൻ ഈ മീറ്റിങ്ങിനായിട്ട് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അവരൊക്കെയും തക്കസമയം ഇവരും എന്ന് അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഞാൻ പലരോടും നമ്മുടെ ഗ്രൂപ്പിനെ കുറിച്ച് പറയുമ്പോഴൊക്കെയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു ഗ്രൂപ്പാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അനേകം പ്രിയപ്പെട്ടവര് എന്റെ അടുത്ത് കടന്നു വരുവാനായി തീർന്നു. അങ്ങനെ എല്ലാവരും ഈ മീറ്റിങ്ങിലേക്ക് ഞാൻ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇങ്ങനെ ഒരു അവസരം നഷ്ടപ്പെട്ടതിന് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആത്മീയമായി വളരുവാനും ഒക്കെ നമ്മുടെ റോസ് ഫാമിലി ഗ്രൂപ്പ് സഹായിച്ചിട്ടുണ്ട്. അതിന് കൂടുതൽ കയറ്റാനായിട്ട് ആന്റി സപ്പോർട്ട് എപ്പോഴും ഉണ്ടായിരുന്നു. കാരണം ഞാൻ കുറച്ച് നാള് ഞാനിപ്പോൾ ആരോടും അധികം സംസാരിക്കുകയൊന്നും ചെയ്യാതിരുന്ന അവസ്ഥയിലായിരുന്നു. അപ്പോഴിങ്ങനെ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ ഒരു വ്യക്തിയായിട്ട് പരിചയപ്പെട്ട് ഇതുപോലെ റോസ് ഫാമിലിയുടെ ഒരു പ്രെയർ ഗ്രൂപ്പുണ്ട്, കടന്നു വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കടന്നു വന്നു. പലപ്പോഴും ഞാൻ വീട്ടിൽ ഒറ്റയ്ക്കിരിക്കുമ്പോഴൊക്കെ മാനസികമായിട്ട് പല തകർന്ന അവസ്ഥയിലായിരുന്ന സമയങ്ങളിലൊക്കെ ഇങ്ങനെ ഒരു ഗ്രൂപ്പിനെ കുറിച്ച് സംസാരിക്കാനിടയായി കേൾക്കുവാനിടയായിരുന്നു. ആന്റിയുമായിട്ട് സംസാരിച്ചു. ആ ക്ഷണം തന്നെ ആന്റിയുമായിട്ട് ആന്റി ഒത്തിരി എന്നെ കൈത്താങ്ങൽ ചെയ്തു. ഇങ്ങനെ ഒരു അവസരം ഇങ്ങനെ സംസാരിക്കാൻ പോലും ആന്റിയുടെ പല സപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. തുടർന്ന് കർത്താവ് ആഗ്രഹിക്കുന്നവരും ഓരോ ദിവസവും റോസ് ഫാമിലിയുടെ പ്രയർ ഗ്രൂപ്പിന് വേണ്ടി കർത്താവെ ഏൽപ്പിച്ച ശുശ്രൂഷയോട് ചെയ്തു കൊള്ളാമെന്ന് ദൈവനാമത്തിൽ ഓർമ്മിച്ചുകൊണ്ട് ഈ നല്ലൊരു അവസരം ഇങ്ങനെ എത്തിക്കുന്ന കർത്താവിന് നന്ദി സ്തോത്രം അർപ്പിച്ചു. ആന്റിക്കും നന്ദി അർപ്പിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായി അടുത്തായിട്ട് നമ്മുടെ കർത്താവദാസി സിസ്റ്റർ ആശ ജോസിനെ ഞാൻ ക്ഷണിക്കുന്നു. ക്രൈസ്തവ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശ്രേഷ്ഠനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ഈ പ്രഭാത സമയത്ത് നമുക്ക് എല്ലാവർക്കും പ്രിയ സിസ്റ്ററുടെ ഭവനത്തില് പല ഭവനങ്ങളായിരുന്നു നമ്മൾ പല ദേശങ്ങളായിരുന്നു നമ്മൾക്ക് ഈ ഒരു പ്രഭാത സമയത്ത് പ്രിയ ഒരുമിച്ച് ആയിരിക്കാനായിട്ട് കർത്താവ് ഇടയാക്കിയല്ലോ. റോസ് ഫാമിലി പ്രയർ ഗ്രൂപ്പിനെ കുറിച്ച് പറയുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ ഗ്രൂപ്പിലെ ആളായിട്ട് ഏകദേശം 8 മാസത്തോളമായെങ്കിലും അതിലൊരു ഗ്രൂപ്പ് അംഗമായിട്ട് മാത്രമാണ് ഇരുന്നത്. എന്നാൽ ഒരു പ്രത്യേക സാഹചര്യത്തിന് പ്രിയ റോസ് ആന്റിയോട് സംസാരിക്കാനും ആന്റി എന്നെ ഗ്രൂപ്പിന് വേണ്ടി പ്രയത്നിക്കണമെന്ന് ആരോട് പറയുവാൻ ഇടയായിത്തീർന്നു. അന്ന് മുതൽ ഇന്ന് വരെയും ദൈവത്തിന്റെ കൃപയാല് ഗ്രൂപ്പിന് വേണ്ടി ആവോളം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. എന്നെ ഈ ഒരു പദവിയിലേക്ക് എന്നെ ക്ഷണിച്ചതായ കർത്താവിന്റെ ശ്രേഷ്ഠദാസി റോസിനായിട്ട് പ്രത്യേകം നന്ദി ഈ സമയം അറിയിക്കുകയാണ്. നമുക്ക് പരസ്പരം ആരും നേരി കണ്ടിട്ടില്ല എങ്കിലും ഇന്ന് ഈ പ്രവാസ സമയത്ത് ഈ ഉച്ചയാകുന്ന സമയത്ത് എല്ലാവർക്കും പരസ്പരം കാണുവാനും സന്തോഷം പങ്കിടുവാനൊക്കെ കർത്താവ് സഹായിച്ചു. റോസ് ഫാമിലി പ്രയർ ഗ്രൂപ്പ് ഏകദേശം 9 വർഷത്തോളം ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രത്തോളം കർത്താവ് അനുഗ്രഹിച്ചു. പ്രിയ കർത്തദാസിലൂടെ അനേകർക്ക് ആശ്വാസവും വിടുതലും അനേക പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനും ഒരുമിച്ച്
നടത്തുവാനായിട്ട് പ്രിയ കർത്തദാസിയുടെ ഇടയായി അതെല്ലാം ദൈവത്തിന്റെ വലിയൊരു പ്രവൃത്തിയാണ്. ആയിരങ്ങള് അനേകര് ഈ ഭൂമിയിൽ പെട്ടുപോയപ്പോഴ്, കൊറോണയായ അവസ്ഥകൾ വന്നപ്പോൾ അനേകം പ്രിയപ്പെട്ട് ലോകം വിട്ട് മാറ്റപ്പെട്ടു പോയപ്പോഴ് സർവശക്തനായ ദൈവം നമ്മെ അവിടങ്ങളായി കാത്തു പരിപാലിച്ച ദൈവത്തിന്റെ കൃപകളാണ്. ദൈവത്തിന് നമ്മെക്കുറിച്ച് എന്താണ് ആവശ്യം, ദൈവത്തിന് നമ്മെക്കൊണ്ട് എന്താണ് ഉദ്ദേശമെന്ന് കർത്താവിന് മുന്നമേ അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ഗ്രൂപ്പുകൾ കൂടി ആണെങ്കിൽ നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്തുവാനായിട്ട് കർത്താവ് നമ്മെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. അനേക സമയങ്ങൾ ആരാധനാലയങ്ങൾ പോലും അതുപോലെ തന്നെ ഇത്രത്തോളം നമ്മുടെ ഗ്രൂപ്പിനെ അനുഗ്രഹിക്കാനായിട്ട് കർത്താവ് സഹായിച്ചു. പറ്റിയാൽ 18 ജില്ലയുടെ കോർഡിനേറ്ററായിട്ട് തിരഞ്ഞെടുക്കാന് കർത്താവിന്റെ ദാസി അത് പറയുവാനും ആ തീരുമാനം ചികിത്സ വഹിക്കാനും കർത്താവ് എന്നെ സഹായിച്ചു. ദൈവത്തിന് വേണ്ടി ആവോളം പ്രവർത്തിക്കാനായിട്ട് ഞാനും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. തുടർന്ന് കർത്താവ് വരാൻ താമസിക്കുകയാണെങ്കിൽ അടുത്തതായ മീറ്റിംഗ് അടിയന ഭവനത്തിൽ നടത്തുവാനാണ് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ ദൈവമക്കളെയും ഞാൻ ഇപ്പോഴേ ക്ഷണിക്കുകയാണ്. എല്ലാവരും പ്രാർത്ഥിക്കുക, നമ്മുടെ ഗ്രൂപ്പിന് വേണ്ടി നമ്മൾ പ്രയത്നിക്കുക. കർത്താവിന്റെ വര വാസനമായിക്കൊണ്ട് ഈ കാലയളവിൽ ദൈവത്തിന് വേണ്ടി നമുക്ക് എത്രത്തോളം പ്രയോജനപ്പെടാമോ അത്രത്തോളം നമ്മൾ പ്രയോജനപ്പെടുക തന്നെ ചെയ്യണം. നമുക്കൊരു പാടുവാനും പ്രാർത്ഥിക്കാനൊക്കെ കഴിവുള്ളവരാണ്. പലരും നമ്മുടെ ഗ്രൂപ്പുകളിൽ കയറിയിട്ട് മിണ്ടാതെ അത് പാടാതൊക്കെ പോകുന്ന അവസ്ഥകളുണ്ട്. നമ്മൾ കർത്താവിനെ എപ്രകാരം മഹത്വപ്പെടുത്തണം, നമ്മൾ ഓർക്കുന്നത് എങ്ങനെ നമ്മൾ മഹത്വപ്പെടുത്തുന്നല്ല, നമുക്ക് അറിയാവുന്ന രീതിയിൽ നമ്മൾ കർത്താവിനെ പാടി മഹത്വപ്പെടുത്തണം. നമ്മളെല്ലാം കഴിവുള്ളവരാണ്, ആരും കഴിവില്ലാത്തവരല്ല, എല്ലാവരും കഴിവുള്ള വ്യക്തികളാണ്. പക്ഷെ നമ്മളെല്ലാം ഉപേക്ഷ വിചാരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, നിങ്ങളാവിധം കർത്താവിന് വേണ്ടി നിൽക്കാനായിട്ട് കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. ഇത്രത്തോളം സമയം എനിക്ക് അനുവദിച്ചതായ പ്രിയ ആന്റിയുടെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഇവിടെ എല്ലാ ദൈവങ്ങളെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു ആശ. കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, നമുക്ക് അടുത്തതായിട്ട് ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യം നമുക്ക് കേൾക്കാം. കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. അതിനുവേണ്ടി നമ്മുടെ ഗ്രൂപ്പിന്റെ അംഗമായിരിക്കുന്ന സിസ്റ്റർ സാജി മാത്യുവിനെ ഞാൻ ഹാർദമായി ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.